മന്ത്രിയുടെ വീട്ടിൽ നിന്നും രണ്ടുരുണ്ട ചക്കകൾ കാണാതെയാവുന്നു. വേറെയൊരു മന്ത്രിക്ക് വേണ്ടി ചക്കപ്രഥമനാക്കാൻ വെച്ചതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മന്ത്രി വളരെ ദേഷ്യത്തിൽ പോലീസിനോട് എത്രയും പെട്ടെന്ന് ചക്ക കണ്ടുപിടിച്ച് കൊടുക്കാൻ പറയുന്നു. ഡിറ്റക്റ്റീവായ ഇവളുടെ കണ്ണ് ആദ്യം പോയത് CCTVയിലായിരുന്നു. CCTV പരിശോധിച്ചെങ്കിലും മന്ത്രിയുടെ ഫ്ലെക്സ് ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴായിരുന്നു കുറച്ച് ദിവസം മുൻപ് അവിടുത്തെ ഒരു പണിക്കാരനെ പുറത്താക്കിയ കാര്യം പോലീസ് അറിഞ്ഞത്. പോലീസ് വേറെയൊന്നും നോക്കിയില്ല. അയാൾ തന്നെയാവും ചക്ക അഴിച്ചുമാറ്റിയതെന്ന് അവർ ഉറപ്പിക്കുന്നു. ശേഷം അന്വേഷണം അയാൾക്ക് നേരെ പോകുന്നു. അതിന്റെ ഇടയിൽ പല ചന്തകളിൽ നിന്നും പല ചക്കകളും പോലീസ് കൊണ്ടുവന്നെങ്കിലും അതൊന്നുമല്ലായിരുന്നു മന്ത്രിയുടെ ചക്ക. അതിനുശേഷം ചക്കക്ക് വരെ ലുക്കൌട്ട് നോട്ടീസ് അടിക്കുന്നു. MLAയുടെ വീട്ടിലെ പണിക്കാരനെ തപ്പിയെങ്കിലും അവനെ എവിടെയും കണ്ടുകിട്ടിയില്ല. ഒരു ദിവസം അവൻ തന്നെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. പക്ഷേ അയാൾ തന്റെ മകളെ 2 ദിവസമായി കാണുന്നില്ലെന്ന കാര്യം പറയാനായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നത്. അങ്ങനെ ഒരു വശത്ത് ചക്ക മിസ്സിങ്ങും മറുവശത്ത് മാൻ മിസ്സിങ്ങും കാരണം പോലീസിന് പണി ഇരട്ടിയാവുന്നു. അവിടെ വെച്ച് ആ പണിക്കാരൻ നിരപരാധിയാണെന്നും മന്ത്രിയുടെ മകൻ പൂന്തോട്ടം നശിപ്പിച്ചപ്പോൾ വഴക്കു പറഞ്ഞതുകൊണ്ടാണ് അവനെ പുറത്താക്കിയതെന്നും പറയുന്നു. അവൻ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് തന്നെ ആരും അവന്റെ മകളുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ തയ്യാറായില്ല. ആ സമയമായിരുന്നു പോലീസുകാരിക്ക് ഒരു ഐഡിയ തോന്നിയത്. ആ ചക്ക ഇവന്റെ മകളാണ് മോഷ്ടിച്ചത് എന്ന് പ്രസ് മീറ്റിംഗിൽ പറയുന്നു. അതിനാൽ അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഉത്തരവിടുന്നു. യഥാർത്ഥത്തിൽ 3 പേർ ചേർന്ന് അവളെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. അവളെ കണ്ടുപിടിച്ചെങ്കിലും ചക്ക അപ്പോഴും മിസ്സിംഗ് ആയിരുന്നു. സത്യത്തിൽ ആ ചക്ക മോഷ്ടിച്ചത് കുരങ്ങന്മാരായിരുന്നു. ആരും അറിയാതെ വീടിന്റെ ടെറസിൽ നിന്നും അവർ അത് കഴിക്കുന്നുണ്ടായിരുന്നു.